അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബസ്സിൽ നെയിം ബോർഡ് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേറൊരു പേരൊന്നും അല്ല, നവൻ തന്നെയാണ് ഗൈസ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. ഞാൻ രാവിലെ എണ്ണിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഗൈസ് നമ്മുടെ ബസ്സും കിടപ്പുണ്ട്. അപ്പോൾ ബസ് എടുക്കാൻ നേരെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഗൈസ്, അവൻ്റെ ഒരു വർക്ക്ഷോപ്പിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഗൈസ് അവനായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നെയിം ബോർഡ് മാത്രമല്ല ചെയ്യാനായിട്ട് പോകുന്നത്, വണ്ടിക്കൊരു കംപ്ലീറ്റ് ലുക്ക് ഗൈസ് കിട്ടണമെങ്കിൽ വണ്ടിയിൽ ലിപ്പ് വെക്കണം. എന്നാലേ ഗൈസ് ഒരു ലുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതെന്തായാലും മസ്റ്റായിട്ട് ഞാൻ ഇന്ന് വെക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് കർട്ടൻസ് ഇടണം, വണ്ടിയിൽ മൊത്തം കർട്ടൻ ഇടണം. റെഡ് കളർ ആയിരിക്കും ഗൈസ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. റെഡാണ് ഗൈസ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. നമ്മുടെ സീറ്റ് റെഡാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു കളർ വേണമല്ലോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ നോക്കണം. ഇപ്പോൾ ഇത്രയൊക്കെ പരിപാടികൾ ചെയ്യണമെന്നും വെച്ചാണ് കേസ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പരിപാടികളൊക്കെ ചെയ്തിട്ട് വേണം കേസ് നമുക്കൊരു സോളോ ട്രിപ്പ് നമ്മുടെ ഒരു ബസ്സിൽ പോകാനായിട്ട്. ആ ഒരു ട്രിപ്പ് പോയി വന്നതിന് ശേഷമേ ഉള്ളൂ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ക്യാഷ് സെറ്റാക്കണ്ടേ? ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് പൊട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണം. നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങിച്ചപ്പം തന്നെ ഞാൻ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചുകൊണ്ട് ഇപ്പം 192 ലിറ്റർ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വണ്ടി ഓടിക്കാം, ഒരു പ്രശ്നമില്ല, എങ്ങും വെച്ച് തീർന്നു പോകത്തില്ല. അത്യാവശ്യം നല്ല മൈലേജ് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും പെതിയെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാം കേട്ടോ. കയറ്റാനാണ് കേസ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അവിടുന്ന് വണ്ടി ഇറക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സെറ്റായിട്ട് ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഹൈവേ പോകണം. ഹൈവേ പോയിട്ട് വേണം അവൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. അവിടെ ചെല്ലുവാണെങ്കിൽ അവൻ ഗൈസ് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അങ്ങോട്ട് പോകുന്നത്. അത് മാത്രമല്ല, അവൻ്റെ വർക്കും ഗൈസ് അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അവൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, ഞാൻ എന്താണ്ട് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അന്ന് കേസ് ചെയ്സും കൊണ്ട് ഈ ഒരു ഹൈവേ കൂടാണ് കേട്ടോ പോയത്. പക്ഷേ തിരിച്ച് വന്നത്, വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നത് വേറൊരു റൂട്ടായിരുന്നു. ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലമൊക്കെ കയറിയായിരുന്നു വന്നത്. അപ്പം എന്തായാലും ഫസ്റ്റ് ടൈമാണ് ബോഡി വർക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ടോപ്പ് സ്പീഡൊക്കെ ഒന്ന് കയറ്റി നോക്കണം, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഞാൻ ഇത്ര ഓടിച്ചിട്ട് വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല. ഏതോ ഒരു ഇന്നോവ ക്രിസ്റ്റ നമ്മുടെ പുറകിൽ കൊണ്ട് കയറ്റുന്നുണ്ട്. മച്ചാനെ പുതിയ വണ്ടിയാണ്, സ്ക്രാച്ച് ഒന്നും ആക്കിയേക്കല്ലേ. ആഹാ, എന്നെ ലുക്കാന്ന് നോക്കിയ കേസ് ആ ഒരു വെള്ള വണ്ടി ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. പക്ഷേ നമ്മൾ വെള്ള ഗൈസ് മാറ്റുന്നതായിരിക്കും. ഇപ്പം മാറ്റുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുന്നുള്ളൂ. ചെയ്യുമ്പം ഗൈസ് നല്ലൊരു വർക്ക് ചെയ്യണ്ടേ. അപ്പം അങ്ങനത്തെ ഒരു വർക്ക് നോക്കിയിട്ട് വേണം ഗൈസ് നമ്മുടെ വണ്ടിയിൽ ചെയ്യാനായിട്ട്. എന്തായാലും സെറ്റ് ആക്കണം. നിങ്ങൾ എന്തായാലും ഒരു കളർ സജസ്റ്റ് ചെയ്യുക ഗൈസ്, നമുക്കത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം അവൻ്റെ വർക്ക്ഷോപ്പിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അവൻ പറഞ്ഞ ലൊക്കേഷന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് വഴിയില്ല. ഞാനിതിപ്പോൾ ഇതുവഴി വേണം പോകാനായിട്ട്. ചെറിയൊരു റോഡാണ് കേട്ടോ, പക്ഷേ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് മൊത്തം കടകളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോകണം കേട്ടോ. റൈറ്റ് എങ്ങനെ പോകും? ഞാൻ റൈറ്റ് നോക്കട്ടെ ഗൈസ്. റൈറ്റിലോട്ട് റോഡുണ്ട്, ബട്ട് അത് ടാർ ഇടാത്ത ടൈപ്പ് റോഡാണ് കേട്ടോ. അയ്യോ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഒടിച്ചെടുത്താൽ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും സെറ്റായിട്ട് ഒടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുവഴി പോയി കഴിഞ്ഞാൽ അവൻ്റെ അങ്ങോട്ട് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അയച്ചു തന്ന ലൊക്കേഷൻ കേസ് കറക്റ്റ് അല്ല കേട്ടോ. അതാണൊരു പ്രശ്നം പറ്റിയത്. ഞാൻ ഏതൊക്കെയോ റോഡിൽ കൂടെ കയറിപ്പോയി. ഒരു 6ൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അവൻ്റെ വർക്ക്ഷോപ്പ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു 6 കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ അവൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതാണൊരു പ്രശ്നം. ഇനി അങ്ങോട്ട് ബസ് പോകുമോ? അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതെങ്ങാണമാണോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതുണ്ട് ഇവിടെ സൈഡിൽ. ഓക്കെ ഗൈസ്, ഓക്കെ, ഇത് തന്നെയാണ് കേട്ടോ അവൻ്റെ വർക്ക്ഷോപ്പ്. അകത്തെന്തായാലും വേറെ വണ്ടിയൊന്നും കിടപ്പില്ല. നൈസായിട്ട് ഗൈസ് ബസ് അകത്തേക്ക് അങ്ങ് കയറ്റി ഇട്ടേക്കാം. ഓക്കെ, സൈഡ് തണ്ട് ഈ ഒരു സംഭവം ഉരങ്ങില്ലല്ലോ അല്ലേ? ഉരങ്ങില്ലെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് ആരെയും കാണുന്നില്ല. അവനിന്ന് അവധിയാണോ? എന്നോട് ഇന്ന് വരാനായിട്ടാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെങ്ങും ആരും ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മുടെ ചെറുക്കനെ തന്നെ ഇവിടെ സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അവൻ എവിടാന്നൊന്ന് ചെന്ന് തപ്പട്ട് കേട്ടോ. ഇവിടെ ബാക്കിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. ഞാൻ എന്തായാലും ചെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, ചെറുക്കൻ എങ്ങും പോയിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലിപ്പും സ്കേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ വർക്കും ലിപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നല്ല ടൈം എടുക്കും കേട്ടോ. അത് മാത്രമല്ല, കർട്ടനൊക്കെ ഫിറ്റ് ചെയ്യണം. കർട്ടനൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും.
പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ വണ്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും എനിക്ക് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ആറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഈ ഒരു വർക്ക്ഷോപ്പ്. ഏതാ വൈബ്. അപ്പോൾ അവനിനിയും വരുന്നിടം വരെ കേസ് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞേ. ഞാൻ എന്തായാലും നോക്കട്ടെ. A few hours later. എൻ്റെ പൊന്നോ ഗൈസ്, മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ വണ്ടിയുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ആ ഒരു നെയിം ബോർഡും ലിപ്പും ഒക്കെ വന്നപ്പം തന്നെ വണ്ടി കാണാനായിട്ട് വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നമ്മുടെ ചെറുക്കന് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ബാക്കിൽ തന്നെ ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ എല്ലാ കാര്യങ്ങളും ഗൈസ് രാവിലെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വലുതായിട്ടൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതാണ് കേട്ടോ ആ ഒരു ലിപ്പ് വെച്ചിട്ടുള്ള ഒരു ലുക്ക്. പിന്നെ മേളിൽ നമ്മുടെ നവൻ എന്നുള്ള ഒരു പേരും എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? നല്ല ഫോണ്ടല്ലേ ഗൈസ്? എനിക്ക് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകണം. അതിനുശേഷം ഞാൻ നാളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. അകത്ത് ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ താഴെ ഒരു വെൽക്കം ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ നമ്മുടെ വണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന്. ഇപ്പോൾ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇനി ഒരുപാട് വർക്കുകൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്തായാലും കേസ് ഞാൻ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം തന്നെ നല്ല രീതിയിൽ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങ് വരെ ഓടി ചെല്ലുമ്പോഴത്തേനും നല്ല ടൈം എടുക്കും. എന്നിട്ട് നാളെ വേണം നിങ്ങളെ ഈ ഒരു വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ബില്ലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ തേണ്ട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങ് പോയേക്കോ. ഓപ്പോസിറ്റ് കേസ് വേറെ വല്ല വണ്ടി വരുവാണെങ്കിൽ നമ്മൾ നൈസായിട്ട് കുടുങ്ങി പോകുന്നതായിരിക്കും. എന്തായാലും അവിടം വരെ വണ്ടിയൊന്നും വരാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെ കിടന്ന് തിത്തിത്താര കളിക്കേണ്ടി വരും. അതാണ് ഒരു സീന്. എന്തായാലും ഓക്കെ ഗൈസ്, ഇനിയും സീനില്ല. ഇനിയും വേറെ വണ്ടി വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി വണ്ടിയുടെ ഫുൾ ലുക്ക് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഇനി വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി ഞാനൊരു രാവിലെയൊക്കെ ആയിട്ട് വരാവേ. ഗൈസ് ഇത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണ്ണിട്ട് നിങ്ങളെ ഒരു ബസ്സിൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബസ് കിടക്കുന്ന കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു നവൻ എഴുതിയേക്കുന്ന നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ ഒരു ലിപ്പ് വെച്ചതിന് ശേഷമുള്ള വണ്ടിയുടെ ലുക്ക്. അത് മാത്രമല്ല ഗൈസ്, മേളത്തെ ആ ഒരു മിറർ കണ്ടോ, അതിലും ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയായിരുന്നു. നേരത്തെ അതൊരു ഫുൾ ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഒരു ടൈപ്പ് എന്താ പറയുക ഫോഗ്ഡ് കാർബൺ ഫൈബറോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മളിപ്പോൾ അത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമില്ലേ. പിന്നെ അതേ സൈഡിൽ അതുപോലെ കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വേണ്ട ആ ഒരു ഗ്ലാസിൻ്റെ അവിടെ ഫുൾ 100% കൂളിംഗ് ഫിലിം അടിച്ചിട്ട് ആ ഒരു നമ്മുടെ ലോഗോയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പം തന്നെ കേസ് ഈ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയപ്പം തന്നെ വണ്ടിയുടെ ലുക്ക് വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ വർക്കുകളൊക്കെ ചെയ്യുമ്പം വണ്ടി അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പോകുവാണ്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിക്കൊരു പേര്, ഒരു എഡിഷൻ നെയിം കൊടുക്കണം. അതപ്പോൾ എന്ത് പേര് കൊടുക്കണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിലെനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പേര് ഗൈസ് ഞാൻ നമ്മുടെ വണ്ടിക്ക് ഇടുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു മാസ് പേരായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇനി ഇവിടുന്ന് ചെല്ലുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതൊക്കെയാണ് അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓരോ വർക്കുകളും നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ ഗൈസ്.